ഷമ CPM-ന്റെ 2 ബ്രാഞ്ച് സെക്രട്ടറിമാരെ, അതായത് പാർട്ടി ഗ്രാമമാണ് കണ്ണൂർ തളിപ്പറമ്പ്, അവിടുത്തെ 2 ബ്രാഞ്ച് സെക്രട്ടറിമാരെ ഇപ്പോൾ പോക്സോ കേസിനാണ് അല്ലേ, അത് പീഡന കേസ്, പോക്സോ ആണ്, പ്രകൃതി വിരുദ്ധ പീഡനമാണ്. അപ്പോൾ അതിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താ അതിന്റെ വിശദാംശങ്ങൾ? 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 അയൽക്കാരായിട്ടുള്ള ബ്രാഞ്ച് സെക്രട്ടറിമാരാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ബ്രാഞ്ച് സമ്മേളനത്തില് ഈ തളിപ്പറമ്പ് മുയ്യത്തെ 2ആയിട്ട് പാർട്ടി വിഭജിച്ചു. ഒന്ന് മുയ്യം ബ്രാഞ്ചും ഒന്ന് മുയ്യം പടിഞ്ഞാറ് ബ്രാഞ്ചും. ഈ മുയ്യം പടിഞ്ഞാറ് ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആയിട്ടുള്ള രമേശൻ, മുയ്യം ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആയിട്ടുള്ള അനീഷ്, ഈ 2 വേന്ദ്രന്മാരാണ് ഈ പണി കാണിച്ചത്. പയ്യനെയാണ് 17 വയസ്സുള്ള ഒരു കുട്ടിയെ ഇവർ ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ മാസം 24-ാം തീയതി ഈ കുട്ടിയെ ഇവന്മാര് ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി. അതിനുശേഷം ഈ കുട്ടി അവശത കാണിച്ചപ്പോൾ ഈ കുട്ടിയുടെ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ ഈ സുഹൃത്തുക്കളോട് ഈ കാര്യം പറഞ്ഞിരുന്നു. പിന്നെ ഇവന്മാര് വലിയ ആളുകളാണ്. എവിടെ? പാർട്ടി ഗ്രാമമാണ്, പാർട്ടി ഗ്രാമത്തിലെ ബ്രാഞ്ച് സെക്രട്ടറിമാര്. പാർട്ടി ഗ്രാമത്തിൽ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഏരിയ സെക്രട്ടറിയുടെ വിലയാണ്. പിന്നെ മാത്രമല്ല ഇവന്മാർ അവിടുത്തെ കിരീടം വെക്കാത്ത രാജാക്കന്മാരാ. അവിടെ പോയിട്ടില്ലേ? അവിടുത്തെ കിരീടം വെക്കാത്ത രാജാക്കന്മാരാ. അവിടെ ആര് വരണം, ആര് പോണം, ആര് കാരെ കെട്ടണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഇവന്മാരാ. അപ്പൊ ഇവന്മാര് 2 പേരും കൂടെ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ഇതുപോലെ ഈ കഴിഞ്ഞ മാസം 24-ാം തീയതി ഈ പ്രകൃതി വിരുദ്ധ പീഡനം ചെയ്തു. ഇതിനുശേഷം അവശനായ കുട്ടി ഇത് പറഞ്ഞു. എന്നിട്ടും അടങ്ങാത്ത ഇവന്മാര് ഇന്നലെ ഈ കുട്ടിയെ വീണ്ടും ആ കെട്ടിടത്തിലെത്തിച്ചു. അങ്ങനെ ഈ കുട്ടിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഇവന്മാർ ആ കെട്ടിടത്തിൽ എത്തിച്ചത്. അപ്പൊ ഈ കുട്ടി പോകുന്നതിന് മുമ്പ് ഈ കുട്ടിയുടെ സുഹൃത്തിനോട് പറഞ്ഞു. ഈ സുഹൃത്ത് എന്ന് നാട്ടുകാരെ അറിയിച്ച് നാട്ടുകാർ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ രമേശനെ പിടികൂടി. അതായത് മുയ്യം പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള രമേശനെ പിടികൂടി. ഈ മുയ്യം ബ്രാഞ്ച് സെക്രട്ടറി അനീഷ് ഓടിക്കളഞ്ഞ അവൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? അവൻ അവിടുത്തെ ഒരു സഹകരണ ബാങ്കിലെ ജോലിക്കാരനാണ്. പാർട്ടിയുടെ സഹകരണ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. ഇവൻ ഓടിച്ചെന്നത് സഹകരണ സ്ഥാപനത്തിൽ. എന്നിട്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ അറിഞ്ഞു ഈ വിവരം, ഈ സംഭവം. അതായത് നാട്ടുകാർ വിളിച്ച് അവിടെ അറിയിച്ചു, പിന്നെ സഹകരണ സ്ഥാപനത്തിൽ അറിയിച്ചു, നിങ്ങളുടെ ജീവനക്കാരനായിട്ടുള്ള ഇന്ന ബ്രാഞ്ച് സെക്രട്ടറി പിന്നെ ഈ കാര്യം ചെയ്തു എന്ന് അവിടെ അറിയിച്ചു. അപ്പൊ അവന്മാരെന്താ ചെയ്ത, അവിടെ പോലീസിനെ വിളിച്ചു കൊടുക്കണ്ടേ, പകരം നീ ജോലിക്ക് കയറണമെന്ന് പറഞ്ഞു വിട്ടു. അവ മുങ്ങി. എവിടെ? അവ മുങ്ങി കളഞ്ഞു. അവനിനി പോലീസ് കണ്ടുപിടിക്കണം. ഇതിനകത്തൊന്നും പോലീസിന് അങ്ങനെ കയറി കറങ്ങാൻ പറ്റത്തില്ല. നീ അങ്ങനൊന്നും കയറി പോലീസിന് കയറി ഇങ്ങനെ റൗണ്ട് അടിക്കാനൊന്നും പറ്റത്തില്ല. ഇതിനിപ്പോ അവന്മാർ തന്നെ പിടിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള പണി കാണിച്ചു കഴിഞ്ഞാൽ അവന്മാർ തന്നെ പിടിച്ചു കൊടുക്കും. അത് വേറെ കാര്യം. പാർട്ടി പുറത്താക്കി. ഇന്നലെ തന്നെ തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ചേർന്ന് ഈ 2 പേരെയും പുറത്താക്കാനുള്ള നിർദ്ദേശം കൊടുത്ത് 2 പേരെയും പുറത്താക്കി. ഈ 2 വേന്ദ്രന്മാരും ഇപ്പൊ ഒരാഴ്ചയായതേ ഉള്ളൂ. സമ്മേളനങ്ങൾ ഇപ്പൊ നടക്കുകയാണ്, ബ്രാഞ്ച് സമ്മേളനങ്ങൾ. ഇന്നലെ ഇവനെ പിടിച്ചു കഴിഞ്ഞപ്പോ 20 വയസ്സുള്ള ഒരു പയ്യൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു, ഇവൻ എന്നെ 2 കൊല്ലം മുമ്പ് പീഡിപ്പിച്ചത്. അപ്പൊ സ്ഥിരം പരിപാടിയാണ്. അപ്പൊ ഇവരിതൊരു കലാരൂപമായിട്ട് എടുത്തിരിക്കുകയെന്നു. ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും പാർട്ടിയിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അല്ല, ഇവന്മാരെല്ലാരെയും അങ്ങ് അറിയാന്നില്ലേ പറയുന്നത്. അവരവരുടെ പാർട്ടി ഗ്രാമത്തിൽ അടക്കുന്ന ഇല അനങ്ങിയാൽ അവർ അറിയുമെന്ന് അവർ പറയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല അനങ്ങിയ അവരറിയുമെന്നാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. എന്ത് സംഭവിച്ചാലും അവരറിയും. ഇങ്ങനെ ഒരു പരിപാടിയാണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത്. അവിടെ ഒരാൾക്ക് പോലും അങ്ങനെ മറ്റൊരാൾക്ക്, നമ്മൾ ദൂരെ നിന്നൊക്കെ വരുന്ന ഒരാൾക്കൊന്നും അങ്ങനെ കയറി സ്വതന്ത്രമായി നടക്കാനോ ഒന്നും പറ്റില്ല. കൃത്യമായ ഒരു നിരീക്ഷണം അവിടുത്തെ പാർട്ടിക്കാരുടെ ഉണ്ടാവും. അത് മാത്രമല്ല, കൃത്യമായി നമ്മൾ ആരാണെന്നുള്ളത് ബോധ്യപ്പെടുകയും കൂടെ വേണം അവർക്ക്. വളരെ കാര്യമായിട്ടൊന്ന് സംസാരിക്കുന്നത്. 1-2 കാര്യമായിട്ട് സംസാരിക്കും. നമ്മൾ വെടക്ക് കാണിച്ചാൽ അവന്മാരും വെടക്കാവും. അതാണ് അവന്മാരുടെ രീതി. പക്ഷേ ഒരു മനുഷ്യൻ സ്വതന്ത്രമായിട്ട് ഇത് ഇന്ത്യ മഹാരാജ്യമാണെന്നേ. ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാമെന്നേ. ഇത് ഇവന്മാർക്ക് അറിയത്തില്ലേ? അത് ഇവന്മാരാരോ ഒന്ന് ചോദിക്കാൻ. ഇവന്മാരുടെ വാർഡ് ഗ്രാമമാണെങ്കിൽ അവന്മാരെ പണി വെക്കണം. പഞ്ചായത്ത് റോഡിൽ കൂടെ പോകുന്ന ആളെ പിടിച്ച് നിർത്തിയിട്ട് നീ എവിടെ പോകുന്ന ചോദിക്കുക. ഇവന്മാരാരാ? ഇവന്മാരുടെ വേറൊരു പരിപാടി ഉണ്ട് അവിടെ. ആരെങ്കിലും ഇവന്മാരുടെ പാർട്ടി ഗ്രാമത്തിൽ ഇവന്മാർക്കെതിരെ നിൽക്കുകയാണെങ്കിൽ ഇവന്മാർ കാണിക്കുന്ന ഒരു പരിപാടിയാണ്, ഈ മനുഷ്യന്റെ എതിരെ നിൽക്കുന്നവനെ ഡയറക്റ്റായിട്ട് ഇവരൊന്നും അനങ്ങത്തില്ല. അതായത് പാർട്ടിയായിട്ട് നിന്ന് പാർട്ടിയെ പറയുന്ന കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവന്മാർ എന്ത് പറയുമോ, കിണറ്റിൽ മുടി കൊണ്ടുവന്നിടും.
ഈ ബാർബർ ഷോപ്പിൽ കിടക്കുന്ന മുടിയില്ലേ, വേസ്റ്റ് മുടി, ഇത് കവറി വാരി കൊണ്ടുവരും. എന്നിട്ട് ഈ കിണറ്റി കൊണ്ടുവന്നിട്ടുള്ളത് ഈ കിണർ പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിട്ട് അവിടെ ഉള്ളതാണ് നടക്കുന്ന കാര്യമാണ്. നടക്കുന്ന കാര്യം അന്വേഷിച്ച് നോക്ക്. ഇവന്മാർക്കെതിരെ അവിടെ നിന്ന് സംസാരിച്ച് നോക്ക്. ഇവന്മാർക്കെതിരെ സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കെതിരെ ഒന്ന് തിരിഞ്ഞു നിന്നാൽ അവിടുത്തെ ആദ്യത്തെ പരിപാടി ഇതാണ്. അവിടെ വന്നിട്ട് മറ്റേ എന്താ പറയുക, നമ്മുടെ വാഴ വെട്ടിക്കളയോ, നമ്മുടെ വണ്ടിയുടെ കാറ്റ് അഴിച്ചു വിടിയോ, നമ്മുടെ വണ്ടി എത്തിക്കുകയോ, ജനം എറിഞ്ഞു പൊട്ടിക്കുകയോ, ഇതൊന്നുമല്ല. ആദ്യത്തെ പരിപാടി ബാർബർ ഷോപ്പിൽ പോയി മുടി എടുത്തുകൊണ്ട് വരും. മുടി എടുത്ത് കവറിനകത്ത് കൊണ്ടുവരും. കവറിനകത്ത് കൊണ്ടുവന്ന് കിണറ്റിൽ കൊണ്ടിട്ട് ഇട്ടു പോകും. പിന്നെ നമുക്ക് ആ കിണർ ജീവിതകാലം ആ കിണർ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ് അവന്മാരുടെ ഇരിക്കുന്ന ഒരു പരിപാടി. ഇങ്ങനെ പല പല കലാരൂപങ്ങൾ അവന്മാരയിലുണ്ട്. ഇത് പാർട്ടി ഗ്രാമം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ നടക്കണ്ടേ? ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ നടക്കണ്ടേ? അവിടെ എന്താ കാണിക്കുന്നത്? എന്തായാലും പാർട്ടി ഗ്രാമത്തിലെ 2 ബ്രാഞ്ച് സെക്രട്ടറിമാർ, കിരീടം വെക്കാത്ത രാജാക്കന്മാരായിട്ടുള്ള 2 പേര് പ്രായപൂർത്തിയാകാത്ത ഒരു ചെറുക്കൻ ഒരു കുട്ടിയെ കൊണ്ടുപോയി ശാരീരികമായി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നു. എന്നിട്ട് അത് അറിഞ്ഞിട്ട് സഹകരണ സ്ഥാപനത്തിൽ ചെന്ന ഒരുത്തൻ്റെ അടുത്ത് നീ പൊക്കോളാൻ, ജോലിക്ക് വരാണ്ട പൊക്കോളാൻ അവർ പറയുകയും ചെയ്തു. ഇത് പോലീസിൽ ഏൽപ്പിക്കേണ്ടതാണ്. പിന്നെ പോലീസിൽ പിടിച്ചേൽപ്പിക്കണ്ടേ? ഒരു കുട്ടിയെ മാത്രമല്ല, 2 വർഷം മുമ്പെന്ന് പറയുമ്പോൾ എപ്പോഴാ? 2 വർഷം മുമ്പ് 20 വയസ്സുകാരനെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവന്റെ പ്രായം എത്രയാ കുട്ടിയുടെ? 18 വയസ്സ്. അപ്പൊ ചെറിയ കുട്ടികളെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഒരു കൗമാരക്കാരായിട്ടുള്ള ആളുകളെ അല്ലേ, കൗമാരത്തെ ടീനേജ് ആയിട്ടുള്ള കുട്ടികളെയാണ് ലക്ഷ്യം. ഇതിലാണ് ഇവർക്ക് ബ്രാഞ്ച് കമ്മിറ്റി അംഗത്വം കൊടുത്തിരിക്കുന്നത്, പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാർ. ഈ 2 പ്രതികളിൽ ഒരാളെയാണ് പിടികൂടിയിട്ടുള്ളത്, മറ്റേയാളെ പിടികൂടിയിട്ടില്ല ഇതുവരെ. നാട്ടുകാരാണ് ഇവരെ കണ്ടെത്തി കൊടുക്കുന്നത് അല്ലേ? പോലീസിൽ ആദ്യം അറിയിക്കില്ല, പക്ഷെ നാട്ടുകാർ ഒരുമിച്ച് കൂടി അവിടെ ചെല്ലുകയായിരുന്നു. നല്ല നീക്കമാണ് അത്തരം കാര്യങ്ങൾ. അതൊക്കെ ചെയ്യും. അതൊക്കെ അവിടെ കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് എതിരെ നിൽക്കുന്നതാണെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ പ്രശ്നം. ബാക്കിയെല്ലാം അവര് നമ്മുടെ സ്നേഹമായിട്ടൊക്കെ സംസാരിക്കുന്നത്. നമ്മളിപ്പോ റോഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് എവിടെ പോകാന്നൊക്കെ ചോദിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്തെങ്കിലും തിരിച്ച് നീ ആരാ ചോദിക്കാനെന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ സ്വഭാവം മാറും. ഞാൻ പറഞ്ഞത് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പഞ്ചായത്ത് റോഡിലുള്ള ഒരാൾക്ക് നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എന്ത് കാര്യം അവിടെ? അതുകൊണ്ടാണ് ഇവരുടെ ഈ സമീപനം കാരണമാണ് അവിടെ വോട്ട് ചോർന്നത്. അവിടുത്തെ ഇവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും നല്ലൊരു ശതമാനം വോട്ട് ചോർന്നിട്ടുണ്ട്. അത് BJPക്കും പോയിട്ടുണ്ട്, കോൺഗ്രസിനും പോയിട്ടുണ്ട്. ഈ രഹസ്യ വാലറ്റ് ആണല്ലോ, അതുകൊണ്ട് ഇത് ആരാ കുത്തിയെന്ന് ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല. പലരെയും മുഖത്ത് നോക്കുക, ചേട്ടാ ഇവനാണോ കുത്തിയത്? ഈ മൊത്തം പാർട്ടിയാണ്, അവിടെ വേറെ കൊടി പോലും ഇല്ല. അവിടെ ഗ്രാമങ്ങളിൽ പാർട്ടിയുടെ കൊടി മാത്രമേ ഉള്ളൂ. പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഒരു വിവാഹ ചടങ്ങുണ്ടെങ്കിൽ അവർ അത് വന്ന് നടത്തും, അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ അവിടെ ഉണ്ടാകുന്ന ഒരു ഗുണമുണ്ടല്ലോ, അത് നമുക്കൊരു പ്രത്യേകമാണ്. ഡൗറി കൊടുക്കാൻ സമ്മതിക്കത്തില്ല. വടക്കൻ ജില്ലകളിൽ സ്ത്രീധനം പോയി ചോദിച്ചു കുറച്ച് അഥവാ കൊടുക്കുന്നെങ്കിലും ഇവിടുത്തെ പോലെ ഭാര്യയിട്ട് ഈ പെണ്ണിന് ഇവിടെ ഒരു കല്യാണം നടന്നുള്ള അവസ്ഥ എന്താണെന്നറിയാമോ? ഇവിടെ കല്യാണം ഒരു പെണ്ണിന് കഴുത്ത് നേരെ ഇങ്ങനെ നൂന്ന് വെക്കാൻ വയ്യ, അമ്മാതിരിയാണ് ഭാര്യ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയില്ല, അക്കാര്യത്തിൽ നമ്മള് അതവർ സമ്മതിക്കില്ല. ആ പരിപാടി ഒന്നും സമ്മതിക്കില്ല. ഇവരുടെ കയ്യിൽ നല്ല കുറെ കാര്യങ്ങളും ഉണ്ട്. എന്നാൽ ഇവരുടെ കയ്യിൽ ഈ പറയുന്ന പോലെ കുറച്ച് താലിബാൻ പരിപാടികൾ ഇരിപ്പുണ്ട്. കുറച്ച് താലിബാൻ പരിപാടികൾ അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അവർ ഈ ബാക്കി ആരെയും അവിടെ കയറ്റാത്തതല്ല, അവർക്ക് കാര്യം അറിയണം. എങ്ങോട്ട് പോയാലും അവർക്ക് കാര്യം അറിയണം. ഇതൊക്കെ അറിയുന്നവർ ഇതൊന്നും അറിയുന്നില്ലേ? അത് ഇത്തരം ആളുകളെ ഈ പാർട്ടിയുടെ സംവിധാനം അനുസരിച്ച് ഇവരുടെ ഈ സ്വഭാവം, ഈ പലപ്പോഴും പാർട്ടി അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കില്ല. ഇവരെങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടുന്നത്, ഇവരുടെ സ്വഭാവ രീതികൾ എങ്ങനെയാണ്, അതൊക്കെ ശ്രദ്ധിച്ചും നിരീക്ഷിച്ചിട്ടുമാണ്. പ്രത്യേകിച്ച് ബ്രാഞ്ച് സെക്രട്ടറിമാരാണല്ലോ. ബ്രാഞ്ച് സെക്രട്ടറി അവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആവുകയെന്ന് വെച്ചാൽ ഇവിടുത്തെ പോലെ ആരെയൊക്കെ പിടിച്ച് ബ്രാഞ്ച് സെക്രട്ടറി ആക്കുമല്ല. അവിടെ കറക്റ്റ് പാർട്ടിയുടെ കേഡറായി നിൽക്കുന്ന ആളെ തന്നെയാണ് ആക്കുന്നത്. ആളെ തന്നെയാണ് അവിടെ ആക്കാറുള്ളത്. അപ്പൊ ആ പാർട്ടിയുടെ കേഡർ ഇങ്ങനെ വഴിതെറ്റിപ്പോയി, അല്ലെങ്കിൽ ഇയാൾക്ക് ഈ സ്വഭാവ ദൂഷ്യം ഇവർക്ക് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് പാർട്ടി മനസ്സിലാക്കാൻ വൈകിപ്പോയി, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അത് കണ്ണടച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് സ്വഭാവ ദൂഷ്യമല്ലല്ലോ, വൈകല്യമല്ലേ? അതെ, ഇതൊരു മാനസിക വൈകല്യമാണ്. ചെറിയ കുട്ടിയെ കാണുമ്പോൾ അതിനെ പിടിച്ചു പോവുക, അതിനെ വിളിച്ചുകൊണ്ട് പോവുക, അതിനെ ഉപദ്രവിക്കുക. അതിനുശേഷം കഴിഞ്ഞ മാസം 24-ാം തീയതി ശേഷം ഉപദ്രവിച്ചിട്ട് ഇന്നലെ വീണ്ടും വിളിച്ചു വരുത്തി. ഇന്നലെ വീണ്ടും പല കുട്ടികളും പുറത്തു പറയാൻ മടിക്കുന്ന കുട്ടികളും ഉണ്ടാവും. പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത്തരക്കാരുടെ കെണിയിൽപ്പെടുന്ന ഇങ്ങനെ ഈ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാകുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ട്. ഒരുപാട് കുട്ടികൾ ഇവരുടെ ഒരു മനോവൈകല്യം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഈ കുട്ടികളെ ഉപദ്രവിച്ച ശേഷം പിന്നെ ഈ കുട്ടികൾക്ക് ഈ പുറത്ത് പറയാൻ പേടി കാണും. ഇപ്പൊ ഈ കയ്യിരിപ്പുള്ള ആൾ ഇത് ആദ്യമായി കാണിച്ചതായിരിക്കത്തില്ല. ഇപ്പൊ 2 വർഷം മുമ്പ് ഇത് കാണിച്ചെന്ന് പറഞ്ഞ് ഒരു കേസ് കൂടെ വന്നു, 2 കേസായി.
ഇത് ഈ 2 കേസൊന്നും ആയിരിക്കത്തില്ലെന്നേ. ആയിരിക്കത്തില്ല. ഒരുപാട് കുട്ടികളെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനിപ്പോൾ കൂടുതൽ കുട്ടികൾ പുറത്ത് പറയാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഇത് പുറത്തു വരികയുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ എല്ലാ കാലത്തും ഇതിങ്ങനെ മറഞ്ഞു കിടക്കും. എന്തായാലും പോക്സോ കേസാണ്. ഇവര് പ്രതിയൊന്നും പുറത്തു വരാനുള്ള സാധ്യത ഇല്ല. കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അകത്ത് കിടക്കേണ്ടി വരും. പോക്സോ കേസ് പിന്നെ ജാമ്യം കിട്ടുക സാധ്യത കുറവാണ്. ജാമ്യം കിട്ടാതെ തന്നെ അകത്തിട്ട് തന്നെ വേണമെങ്കിൽ വിചാരണ നടത്തി തെളിവ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഈ അകത്ത് കിടന്ന് തന്നെ വിചാരണ നേരിടേണ്ടി വരും. കോടതി ജാമ്യം കൊടുക്കത്തില്ല. ഇത് പിന്നെ ഈ വിചാരണ നടത്തുന്നത് ഒന്നുകിൽ അതിവേഗ കോടതിയായിരിക്കും, അല്ലെങ്കിൽ പോക്സോ കോടതിയായിരിക്കും. പോക്സോ കോടതിയുണ്ട്, അതിവേഗ കോടതിയുണ്ട്. ഈ രണ്ടിൽ എവിടെയെങ്കിലും ആയിരിക്കും ഇതിന്റെ വിചാരണ നടക്കുന്നത്. അപ്പൊ ഈ വിചാരണ കഴിയുന്നത് വരെ പിന്നെ ചിലപ്പം അകത്ത് കിടക്കേണ്ടി വരും. അകത്ത് കിടക്കട്ടെ. ഇത് പിന്നെ വേറെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇത് പോലീസ് പിടിക്കാതെ തന്നെ അത് സത്യമാണ്. പോലീസ് പിടിക്കാതെ തന്നെ അവര് പിടിച്ചു കൊടുക്കും. അങ്ങനൊന്നും പാർട്ടി ഗ്രാമത്തിൽ കറങ്ങി നടക്കാൻ ഇത്രയും ഗുരുതരമായിട്ട് വാർത്ത വന്നു അവർക്കിതൊരു ഭയങ്കര നാണക്കേടായി കാണും. പാർട്ടിക്ക് വലിയ നാണക്കേടായിട്ടുണ്ട്. ഇതിപ്പം സംസ്ഥാന തലത്തിൽ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും പാർട്ടിക്ക് വലിയ നാണക്കേടായി. ഇത് ഒരു കാരണവശാലും അവിടെ വെച്ചോണ്ടിരിക്കത്തില്ല. വേണമെങ്കിൽ അവർ തന്നെ കൈകാര്യം ചെയ്യും. വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടി അവരുടെ കയ്യിലുണ്ട്. ശരി.